തൻ്റെ ഫോണിലൂടെ കേട്ട വാർത്തയിൽ നടുങ്ങി നോക്കുകയായിരുന്നു. എൻ്റെ മോൻ ജയ്. അയാൾ നെഞ്ചു തടവി നിലത്തേക്കിരുന്നു. ഒരു പെൺകുട്ടിയുടെ പ്രാണരക്ഷാർത്ഥമുള്ള കരച്ചിൽ അവിടെ മുഴങ്ങുന്നതായി അയാൾക്ക് തോന്നി. പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾ കാറുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. ട്രെയിൻ എറണാകുളം എത്തിയതും പൃഥ്വി ബാഗൊക്കെ മുകളിൽ നിന്നും എടുത്തു. തീർത്ഥയുടെ പരിഭ്രമം നിറഞ്ഞ നോട്ടം കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് കൂടി എടുത്തു കൊടുത്തു. താങ്ക്സ്, അവൾ ഒരു നേർത്ത ശബ്ദത്തോടെ പറഞ്ഞു. എന്നിട്ട് അവൾ അവനെ കടന്ന് മുന്നോട്ട് നടന്നു. കലൂറാണ് ഹെഡ് ഓഫീസ്. അവൾ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ഒരു ഓട്ടോ വരുന്നത് കണ്ടതും അവൾ കൈ നീട്ടി. ചേട്ടാ, കലൂർ പോവാൻ എത്ര രൂപയാവും? 60. അവൾ ഒന്നും മടിച്ചു നിന്നു. വരുന്നെങ്കിൽ കയറി വച്ചേ, അല്ലെ വേറെ പോകാനുള്ളതാ. അവൾ ധൃതി പിടിച്ച് ഉള്ളിലേക്ക് കയറി. സ്ഥലം കൂടെ അറിയാത്തതാ, ബസ് മാറി കയറിയാലോ? ചേട്ടാ, കലൂർ ഇന്ദിവരം ഗ്രൂപ്പ്സിൻ്റെ ഓഫീസിലേക്കാണ് പോവേണ്ടത്. അയാൾ ഒന്ന് മൂളിക്കൊണ്ട് ഓട്ടോ എടുത്തു. ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ പൃഥ്വി ഫോൺ എടുത്ത് ഡ്രൈവറിനെ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് BMW 7 സീരീസ് കാർ അവിടെ വന്നു നിന്നു. പൃഥ്വിയും അനന്യയും കാറിലേക്ക് കയറി. കാർ ഇന്ദിവരം ഗ്രൂപ്പിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി പാഞ്ഞു. ജ്വാല കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. കാർ കൊട്ടാരത്തിന്റെ പടുകൂറ്റൻ ഗേറ്റിനു മുന്നിൽ വന്നു നിന്നതും വന്നതാരാണെന്ന് മനസ്സിലായ സെക്യൂരിറ്റി വേഗം വന്ന് ഗേറ്റ് തുറന്നു. അയാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ച് ജ്വാല കാർ ഉള്ളിലേക്ക് കയറ്റി. അർജുനെ ആകെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക്. വെറും ദിവസങ്ങൾ കൊണ്ട് അവൻ എന്തു മാജിക്കാണ് കാണിച്ചത്. ജ്വാല തൻ്റെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. സാറ്റലൈറ്റ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ജ്വാല പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്നു. ഇന്ത്യൻ സെക്യൂരിറ്റി അഡ്വൈസറിൻ്റെ കോളായിരുന്നു അത്. ത്രൂ സെക്യൂർഡ് ലൈൻ. അവൾ എഴുന്നേറ്റ് മുറി ക്ലോസ് ചെയ്ത് കോൾ എടുത്തു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്കൊടുവിൽ മറുവശത്തു നിന്നും സംസാരിച്ചു. കൺഫർമേഷൻ A3266-189. അത്രയും സുരക്ഷ ഉറപ്പുവരുത്താൻ അവൾക്ക് ഗവൺമെന്റ് ഹോം അഫയേഴ്സിൽ നിന്നും നൽകപ്പെട്ട സെക്യൂരിറ്റി കോഡായിരുന്നു അത്. ഹലോ അഗ്നി. യെസ് സർ, ഐ നീഡ് ആൻ അപ്ഡേഷൻ ഓൺ M16 ഗൺസ്. സർ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. സം സെക്യൂരിറ്റി ചെക്കപ്സ് ആർ ഗോയിങ് ഓൺ. ഓക്കെ, എത്രയും വേഗമായാൽ നല്ലതായിരുന്നു. ബാക്കി അല്പം ഡിലേ ആകും. ഇറ്റ്സ് ഫൈൻ, ബട്ട് M16 ഈസ് അർജന്റ്. 8 crore ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി 17 crore + 4 crore വെപ്പൺ ഷിപ്പിംഗ് കഴിഞ്ഞിട്ട്. ഓക്കെ സർ, വിത്തിൻ 2 days ദ കൺസൈൻമെന്റ് വിൽ ബി ദെയർ വിത്ത് ഗാർഡ്സ് ആസ് യൂഷ്വൽ. ഓക്കെ അഗ്നി, താങ്ക് യു. കോള് കട്ടായതും അവൾ കട്ടിലേക്ക് കടന്നു. ഈ 4 വർഷം കൊണ്ട് തൻ്റെ ബിസിനസ് വളർത്താൻ വെപ്പൺ മാനുഫാക്ചറിങ് ചെയ്ത പങ്ക് വളരെ വലുതാണ്. ചോരയ്ക്ക് മുകളിൽ പടുത്തുയർത്തിയ സാമ്രാജ്യം ഒട്ടേറെ രാജ്യങ്ങളുമായി കരാറിലേർപ്പെട്ടു. ലക്ഷക്കണക്കിന് കോടികളുടെ കച്ചവടങ്ങൾ. പക്ഷേ എല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ. ചുരുക്കത്തിൽ വെപ്പൺ ഡീലിങ്സിന് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ചുരുക്കം. ഈ വർഷം കൊണ്ട് വെപ്പൺ ഡീലിങ്സ് നിർത്തണം. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഡീലും പിന്നെ സൗദിയുടെ ഒരു ഡീലുമാണ് ബാക്കിയുള്ളത്. രണ്ടും തീർന്നാൽ പിന്നെ വെപ്പൺ ഡീലിങ്സ് എന്നേക്കുമായി നിർത്തണം. മുൻപേ തനിക്ക് മറ്റൊന്നും നോക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്ന് അർജുൻ്റെ ചിരിക്കുന്ന മുഖം മനസ്സിലേക്ക് വന്നതും ജ്വാലയുടെ മുഖം പ്രണയത്താൽ തുടുത്തു. അവളുടെ ഫോണിലേക്ക് ഒരു മെയിൽ വന്നു. വെപ്പൺ ഡീൽ എഗ്രിമെൻറ്റിനുള്ള ഓഫറാണ് ഫ്രം ഫ്രാൻസ്. 275 crore. അവൾ ഉടനെ തന്നെ ഡിക്ലൈൻ ചെയ്തു. ഇനി വേണ്ട. അരവിന്ദനെ ഓർമ്മ വന്നതും ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ അച്ഛൻ്റെ മരണം, അതിനു പിന്നിൽ ആരാണെങ്കിലും ജീവനോടെ വിടില്ല ഞാൻ. ജ്വാല മുഷ്ടി ചുരുട്ടി. അവൾ മുറി തുറന്ന് പുറത്തേക്ക് നടന്നു. കൊട്ടാരത്തിന് പുറകുവശത്തായിട്ടുള്ള പൂന്തോട്ടത്തിലേക്ക് അവൾ ചെന്നു. അവിടെ ഒത്ത മധ്യത്തിൽ അധികം പഴക്കമില്ലാത്തൊരു ടോംബിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു നിന്നു. അരുന്ധതി പ്രതാപ് റാണ. അവൾ അതിനരികിലിരുന്ന് തല അതിലേക്ക് വെച്ച് കടന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കായമ്മ, എന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങളൊക്കെ നേരത്തെ അങ്ങ് പോയില്ലേ? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഒരു ചെറിയ കാറ്റ് സാന്ത്വനമെന്ന പോലെ അവളെ തഴുകി കടന്നുപോയി. ശങ്കറിൻ്റെ കാർ നേരെ എത്തിയത് ടൗണിലെ ഒരു ചവർ നിക്ഷേപിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോലീസുകാർ മീഡിയയെ കൺട്രോൾ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ശങ്കർ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുന്നിലേക്ക് നടന്നു. അയാളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വരൂ സർ, ഒരു കോൺസ്റ്റബിൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. മുഖത്തെ മാംസം ഭാഗികമായി നഷ്ടമായിരുന്നു.
കൈകാലുകൾ ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിലായിരുന്നു. കാണാനാവാതെ അയാൾ മുഖം തിരിച്ചു. കയ്യിലെ വാച്ചും എൻഗേജ്മെന്റ് റിങ്ങും കണ്ടാണ് മരിച്ചത് ജയ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. കൊല്ലപ്പെട്ടത് ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ആയതിനാൽ സോണൽ IG സ്ഥലത്തെത്തിയിരുന്നു. ഒപ്പം സ്ഥലത്തെ SP ആയ ഹർഷനും. ശങ്കറിനെ കോൺസ്റ്റബിൾ കാറിലേക്കിരുത്തി. തൻ്റെ പ്രതീക്ഷയായിരുന്ന മകൻ തൻ്റെ മുന്നിൽ വെറും ഒരു മാംസപിണ്ഡം കണക്കെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിനിടയിൽ ശങ്കർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് രക്ഷയെ വഴിയിൽ ഉപേക്ഷിച്ച് പ്രിയയെ അയാളുടെ ഗുണ്ടകൾ ശങ്കറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരുന്നു. തീർത്ഥ വലിയൊരു പടുകൂറ്റൻ കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നു. മുന്നിലേക്ക് വന്ന സെക്യൂരിറ്റിയുടെ കയ്യിൽ അവൾ ഇന്റർവ്യൂവിന്റെ ലെറ്റർ കാണിച്ചതും അയാൾ അവളെ ഉള്ളിലേക്ക് വിട്ടു. പരിഭ്രമം നിറഞ്ഞ ശരീരഭാവത്തോടെ തീർത്ഥ മെല്ലെ നടന്ന് റിസപ്ഷനിലേക്ക് ചെന്നു. ഞാൻ PA പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂവിന് വന്നതാണ്. 3rd ഫ്ലോറിലേക്ക് പോയിക്കൊള്ളൂട്ടോ. റിസപ്ഷനിലിരുന്ന പെൺകുട്ടി ഒരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. താങ്ക് യു. തീർത്ഥയും ഒരു പുഞ്ചിരി മടക്കി. അവൾ ലിഫ്റ്റ് വഴി 3rd ഫ്ലോറിലേക്ക് ചെന്നു. അവിടെ 10ഓളം പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒഴിഞ്ഞുകിടന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് ധന്യയ്ക്ക് ഇന്റർവ്യൂവിനെത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. സമയം പോകുന്തോറും അവളുടെ ഉള്ളിൽ ആധി കൂടി വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തീർത്ഥയുടെ ഊഴമായി. അവൾ തൻ്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലെടുത്ത് ഇന്റർവ്യൂവിന് വേണ്ടി സജ്ജീകരിച്ച മുറിയിലേക്ക് നടന്നു. ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് സർ. തൻ്റെ മുന്നിലായി ഗൗരവം കലർന്ന ചിരിയോടെ ഇരിക്കുന്ന പൃഥ്വിയെ കണ്ട് അവൾ വിയർത്തുപോയി. ജയ്യുടെ മരണത്തിന്റെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അയാൾ വന്നിരുന്നു. അവൾ കയ്യിലിരുന്ന ഫോൺ മാറ്റിവെച്ചു. അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്രൂരത സ്ഫുരിക്കുന്ന ഉന്മാദം അയാൾ നോക്കിക്കണ്ടു. കൊല്ലാക്കൊല ചെയ്തല്ലേ അവനെ? അത്രയ്ക്കൊന്നും പറ്റിയില്ല ഡാഡ്. എന്നാലും ഐ കൈൻഡ് ഓഫ് എൻജോയ്ഡ് ഇറ്റ്. എൻ്റെ തീർത്ഥയെ വേദനിപ്പിച്ച അവൻ്റെ ജീവൻ ഇങ്ങനെ ഇഞ്ചിഞ്ചായി അവസാനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നു. നിനക്ക് അവളെ വേണമെങ്കിൽ തീർത്ഥയെ ഈ നിമിഷം എനിക്കിവിടെ എത്തിക്കാൻ പറ്റും മോളെ. പക്ഷേ നീ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് കൊണ്ടല്ലേ? അത് വേണ്ട ഡാഡ്. ഈ ധന്യയ്ക്ക് തീർത്ഥയുടെ ശരീരമല്ല, അവളുടെ സന്തോഷമാണ് വലുത്. അവൾ എൻ്റെ പ്രണയമാണ് ഡാഡ്. അവൾ ഒരിക്കലും അംഗീകരിക്കില്ലെങ്കിലും. അവൾ കഴുത്തിൽ നിന്നും നീണ്ട മുടിയെടുത്ത് മുന്നിലേക്കിട്ടു. അവളുടെ കഴുത്തിൻ്റെ വശത്തായി ആ തേളിൻ്റെ ടാറ്റു തിളങ്ങി നിന്നു.